ഈ നദിയോടൊങ്ങും ദൂരം ആ അലയാഴിയെ പുൽകവേ ജീവന്റെ പൊൻവീണയേതേതോ മൗനം തിരഞ്ഞെന്തിനോ മോഹങ്ങൾ മൂളുന്ന രാഗങ്ങൾ മുറിയുന്നു പാതിയ സ്നേഹിച്ച് ജീവിക്കണം അവസാന ശ്വാസം വരെയും. കളക്ടറായല്ല, ഒരേട്ടത്തിയായാണ് പറയുന്നത്. തെറ്റിദ്ധാരണകൾക്കിട നൽകാതെ എല്ലാം പരസ്പരം പങ്കുവയ്ക്കണം. അകന്നു പോകാൻ ഇടവരരുതൊരിക്കലും. അനു മാം, അന്വേഷിച്ചോ? ഓക്കെയാണ് മാം. ശിവദാസൻ ചേട്ടാ, മാഡം. ഇവിടെ ഇപ്പൊ വിവാഹിതരായ 6 ജോഡി ദമ്പതികൾക്കും സർക്കാരിന്റെ വക സൗജന്യ വീട്. മാഡം, അതെങ്ങനെ? എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ല, സർക്കാരിന്റെ ഔദാര്യമല്ല. നിർധനർക്ക് വീട് നൽകാനൊരു പദ്ധതിയുണ്ട്, സർക്കാരിന്റെ ലൈഫ് മിഷൻ. ഓ, അത് പ്രകാരം ഈ 6 ജോഡി ദമ്പതികൾക്കും വീടിന് യോഗ്യതയുണ്ടോന്ന് ഒരു ക്വിക്ക് സെർച്ച് നടത്തി നോക്കി. ദേ ആർ ലക്കി, ഓൾ ആർ എലിജിബിൾ. സർക്കാരിന്റെ പദ്ധതി ആയതുകൊണ്ട് ഇന്ന് തന്നെ താക്കോല് വാങ്ങിച്ചു കയറി താമസിച്ചു കളയാമെന്ന് വിചാരിക്കരുത് കേട്ടോ. അതിൻ്റെതായ സമയമെടുക്കും എന്ന് കരുതി കിട്ടാതിരിക്കില്ല. സർക്കാർ സംവിധാനത്തിൽ കിട്ടാവുന്ന അത്രയും വേഗത്തിൽ. കളക്ടർ ശാലിനിയാണ് പറയുന്നത്. അത് മതി മാഡം, അത് കേട്ടാൽ തന്നെ ധാരാളം. അനു, ഇവരുടെ ഐഡിയും റേഷൻ കാർഡും പിന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ആവശ്യമുള്ള രേഖകളെല്ലാം കൂടിയൊന്ന് സംഘടിപ്പിച്ച് ലൈഫ് മിഷന്റെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും മാം. എന്താ ചിറ്റപ്പ? ഈ പരിസരത്തെങ്ങാനും നല്ല വില ഉള്ള താഴും താക്കോലും കിട്ടുമോ? വാങ്ങിപ്പിക്കാൻ ചിറ്റപ്പ. നമ്മുടെ പാർട്ടിയുടെ നല്ല ചുണക്കുട്ടന്മാരെ പിള്ളേരുണ്ട്, അവരെ വിട്ട് വാങ്ങിപ്പിക്കാം. ഒന്ന് അന്വേഷിച്ചു വെച്ചോ, നിനക്കത് ഉപകരിക്കും. എനിക്കോ? എന്തിന്? എടി, നീ എന്തിനാണ് ഇങ്ങനെ മേയർ കസേര കയറി വിരിഞ്ഞിരിക്കുന്നത്? പാവപ്പെട്ടവർക്ക് വീടും വിധവാ പെൻഷനും വെള്ളപ്പൊക്ക ദുരിതാശ്വാസമൊക്കെ കളക്ടർക്ക് നേരിട്ട് അനുവദിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ നഗരസഭയും പഞ്ചായത്തും ഒക്കെ? കളക്ടർ നേരിട്ട് നടപ്പാക്കുമ്പോ ഞാൻ എന്ത് ചെയ്യാനാ ചിറ്റപ്പ? എടി കഴുതേ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, പ്രോട്ടോകോൾ വെച്ച് നോക്കുമ്പോൾ കളക്ടർ മേയറുടെ താഴെ വരുത്തുള്ളൂ. ഭൂരിപക്ഷം കുറച്ച് കുറവാണെന്ന് കരുതി നീ എന്താ എലിയുടെ മണത്തിൽ പോയി ഒളിക്കാൻ പോന്നോ? ചിറ്റപ്പ, അവൾക്കിപ്പോ ഭയങ്കര ജനസമ്മതിയാ. കളക്ടർ ചങ്കത്തിന്നൊക്കെയാ യൂത്ത് സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്നത്. പിന്നെ കോപ്പാണ്. അവൾക്കെതിരെ പരസ്യമായി മുട്ടിയ ജനം മൊത്തം അവളുടെ കൂടെ നിൽക്കൂ. ശാലിനിക്കൊപ്പം എന്നൊരു ഹാഷ്ടാഗ് കൂടി ഇട്ട് അവൾക്കൊപ്പം നിൽക്കാനും മൈലേജ് കൂട്ടാനും മത്സരിക്കും ഈ സോഷ്യൽ മീഡിയയിലെ ആൾക്കാര്. ഒപ്പം എന്റെ കൂടെയുള്ള 2 3 കൗൺസിലർമാർ കുതികാല് വെട്ടിയതും കൂടെ ചെയ്താ
ഞാൻ ഇല്ലിയുടെ മാളത്തെ തന്നെ പോയി താമസിക്കേണ്ടി വരും ചിറ്റപ്പ. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആവുന്ന. എന്റെ 6 വർഷത്തെ തടവ് ശിക്ഷ അടക്കം കുത്തിപ്പൊക്കിക്കൊണ്ടുവരും ഓൺലൈൻ റിപ്പോർട്ടർമാര്. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, വല്ല കന്യാസ്ത്രീ മഠത്തിലോ ഭജനപ്പറമ്പിലോ പോയി കുത്തിയിരിക്കാൻ പോകും. നീ ഇത്രയും സന്മാർഗത്തിൽ ചിന്തിക്കാനാണെങ്കിൽ പിന്നെന്തിനാണ് നീ കാശെറിഞ്ഞ് വോട്ട് വാങ്ങിയത് മേയറായതൊക്കെ? എടി, പൊതുജനത്തിന് ഗുണമുള്ള ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ജനത്തിന്റെ കയ്യിലോട്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അക്കാര്യം ജനം ഒരിക്കലും അറിയാൻ പാടില്ല. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് ഇടത്തട്ടിലുള്ള ഭരണാധികാരികൾ ഉദ്യോഗസ്ഥരെ ഭാവിക്കാവും. അങ്ങനെ ഓരോ കാര്യം സാധിച്ചു കൊടുക്കുമ്പോഴേ അവർക്ക് അതിന് വിലയുണ്ടാവും. എങ്കിലേ ഇടനില നിൽക്കുന്നവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവും. അതിപ്പോ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്ലാതാണെങ്കിലും. ആരോടാ ഞാനിതൊക്കെ പറയുന്നു? സാറിലാണ് മോളോ? ബെസ്റ്റ്. ചിറ്റപ്പ അറിയാം, ചക്കരക്കുടമാണെന്ന് കരുതി തന്നെയാ മേയർ കസേര പൊന്നും വില കൊടുത്ത് വാങ്ങിച്ചത്. അതിനിടയിൽ ഈ പിശാചിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്ന ആരെങ്കിലും കരുതിയോ? കെട്ടിയെടുത്ത് കരുതി? ചിറ്റപ്പ, ഞാനൊരു മേയറാ. നീ ഒരു മേയറാണെന്ന വിചാരം ആദ്യം വിട്ട നിനക്കാ, വേറെ ആർക്കും അല്ല. മേയറാണ് എന്റെ പവർ കാണിക്കണോടി. ഇടിയുമ്മോ ചൊടിയും ചൊടയില്ലാത്ത ഒരുമാതിരി പഴന്തുണി പോലെ. മോളെ, കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ? ആ അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം. ശരി. എടി, നീ എന്നോട് വിരോധം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ. എടി, അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തെന്ന് കരുതി നീ എന്താ കെട്ടി കാശിക്ക് പോകാൻ പോവാ? തുമ്മിയെ തിരക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടെന്ന് വെക്കടി. എടി, അവള് ഇവിടെ ഇറങ്ങിയപ്പോൾ പറഞ്ഞ 5 ഡയലോഗ് നിനക്ക് ഓർമ്മയുണ്ടോ? എടി, കുരങ്ങിന്റെയും കഴുതയുടെ ആയുസിന്റെ കാര്യത്തെക്കുറിച്ച് ഒരു കണക്ക് നിരത്തിയല്ലോ അവള്. ആ കൂട്ടത്തിൽ അവളൊരു സിംഹക്കുട്ടിയുടെ ആയുസിന്റെ കാര്യം കൂടി പറഞ്ഞു. സിംഹക്കുട്ടി ഒരു ദിവസം ജീവിച്ചാലും സിംഹക്കുട്ടി തന്നെ ആയിരിക്കും. അവളാ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എടി, അവക്കെല്ലാം അവിടെ പൊളിച്ചെടുക്കാൻ ഒരു ദിവസം തികച്ച് വേണ്ടാന്ന്. 1 മണിക്കൂർ മതിയെന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സത്യമാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ശാലിനി പൊളി തുടങ്ങി മോളെ. മെമ്പർ സരോജത്തെയും പ്രൈവറ്റ് സെക്രട്ടറി അനുവല്ലവിയും ഒക്കെ ഇടതും വലതും നിർത്തി അവളങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ നീ നിന്നിടത്തുനിന്ന് വാലും ചുരുട്ടി ഓടും. നിന്റെ കാര്യമൊക്കെ എനിക്ക് സഹതാപമുണ്ട് മോളെ. എന്റെ രായേട്ടന്റെ മോളെയാണല്ലോ അവൾ എന്റെ കൺമുന്നിലിട്ട് കാൽക്കീഴിലിട്ട് ചവിട്ടി അരയ്ക്കുന്നത്. ചിറ്റപ്പനൊന്ന് നിർത്തുന്നുണ്ടോ? മോളെ, നീ ഒരു മേയറാണ്. ചിറ്റപ്പൻ കണ്ടോ മേയർ ആരാണെന്നും മേയറുടെ പവർ എന്താണെന്നും? ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അസിസ്റ്റന്റ് കമ്മീഷണറായി എനിക്ക് കയറി കോർക്കാൻ പറ്റില്ലല്ലോ കളക്ടറോട്. പക്ഷെ മേയർക്ക് അതിനുള്ള വകുപ്പുണ്ട്. അവിടെ സുസ്മിത ഈ നാട്ടുകാരെ മുന്നിട്ട് പൊളിച്ചെടുക്കുന്നത് എനിക്ക് കൺകുളിട്ട് കാണണം. മിസ്റ്റർ ACP, ഓ മേഡം. എസ്കോർട്ട് റെഡിയല്ലേ? വി ആർ ലീവിംഗ്. ഓ, റെഡിയാണ് മേഡം. അപ്പോ എല്ലാവരോടുമായി നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഞാൻ ഒപ്പം ഉണ്ടാവും, ഒരു സഹോദരിയെ പോലെ. മാഡം, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. അത് പരാതിയാണോ പരിഭവമാണോ എന്ന് എനിക്കറിയില്ല. ഇതിവിടെ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമോന്നും അറിയില്ല. കുടിവെള്ളക്ഷാമം രൂക്ഷമാ മാഡം.
പള്ളിനീരാട്ടിനെന്നല്ല, ഭഗവാനുള്ള തേവാരത്തിന് പോലും ശുദ്ധജലം കിട്ടാനില്ല. കുഞ്ഞുങ്ങൾ ചെളിവെള്ളം അരിച്ചെടുത്ത് കുടിവെള്ളമാക്കുന്ന നാട്ടിൽ അല്ലെങ്കിൽ തന്നെ ഭഗവാൻ എന്തിന് തേവാരവും പള്ളിനീരാട്ടും? കോർപ്പറേഷൻ വാർഡാണ് മാം. ദേ പെണ്ണെ, പറയുമ്പം മുഴുവൻ പറയണം. കോർപ്പറേഷൻ വാർഡാന്ന് പറഞ്ഞാ അത് ഏതാണെന്ന് കൂടെ പറയണം. ഇതേ കോളനി വാർഡാ. കോർപ്പറേഷൻ വാർഡിൽ നിന്ന് ജയിച്ചതേ സരോജ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. ഇങ്ങോട്ട് എന്തേലും ഉണ്ടാക്കി തരണമെങ്കിലേ അത് സരോജ മെമ്പർ ഉണ്ടാക്കി തരേണ്ടത്. എന്റെ വാർഡാണെന്നുള്ള കാര്യം സമ്മതിച്ചു മാഡം. അതുകൊണ്ട് തന്നെയാ ഈ ഗതികേട് ഈ നാട്ടുകാർക്ക് വന്നതും. അതുകൊണ്ട് രാജിവെച്ച് ഒഴിയാൻ ഞാൻ തയ്യാറാ. കണ്ടോ കണ്ടോ, പ്രതിപക്ഷത്തിന്റെ പിടിപ്പേട് കണ്ടോ. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് തന്നെ തുറന്ന് കാര്യം സമ്മതിച്ചപ്പോ എല്ലാവർക്കും കാര്യം ബോധ്യമായല്ലോ. ഇതാ പറയുന്നത് കാര്യം അറിയാതെ കോർപ്പറേഷന്റെയും മേയറുടെയും മുതുകത്ത് കയറാൻ വരരുതെന്ന്. അടിപൊളി. സുസ്മിത റീലോഡഡ്. ചുമ്മാ ഒന്ന് കീ കൊടുക്കേ വേണ്ടിയിരുന്നുള്ളൂ. ഇത് നേരത്തെ ഞാൻ ചെയ്യേണ്ടായിരുന്നു. ഇനി ഈ ജനങ്ങളുടെ മൊത്തം മുമ്പിൽ കളക്ടർ വേടെ ചമ്മി നാറി നാണം കിടന്നത് കൂടി എനിക്ക് കാണണം. അവളൊരു ചങ്കത്തി. ഇപ്പൊ പറഞ്ഞതൊരു ശരിയായ മറുപടി അല്ലല്ലോ സരോജ മെമ്പറെ. ഈ വാർഡിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി നല്ല ജീവിത നിലവാരം ഉണ്ടാക്കി കൊടുക്കുന്ന പ്രതീക്ഷയില്ല ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ വിജയിപ്പിച്ചത്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇത്രയും കാലം ആ അധികാരം നൽകുന്ന സ്വാതന്ത്ര്യവും അവകാശങ്ങളും അനുഭവിച്ച ശേഷം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നടപ്പാക്കാതെ രാജിവെച്ച് പൊയ്ക്കൊള്ളാന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയാണോ മെമ്പറെ? പ്രതിപക്ഷ നേതാവായും വാർഡ് മെമ്പറായും കിട്ടുന്ന അധികാരമൊന്നും ഞാൻ വിനിയോഗിച്ചിട്ടില്ല മാഡം. ചൈന കോളനിയിലെ ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ മാത്രമാണ് ഞാൻ. പവർ കാട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ മെമ്പറായത്. തിരുമേനി പറഞ്ഞില്ലേ, ചെളിവെള്ളം അരിച്ചെടുത്ത് കുടിവെള്ളം ആക്കുന്ന കുട്ടികളെ പറ്റി. ആ കൂട്ടത്തിൽ പെട്ടവരാ മാഡം എന്റെ കുട്ടികളും. സരോജ മെമ്പറായത് അവർക്ക് വേണ്ടിയാ. ഒരുപാട് പേര് കോളനിക്കാർ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ആരും കോളനിക്കാർക്ക് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തില്ല. മാഡം പറഞ്ഞതുപോലെ അധികാരത്തിന്റെ സ്വാതന്ത്ര്യ അവകാശമൊക്കെ വിനിയോഗിച്ചെങ്കിലും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുകൊണ്ട് കോളനിയിൽ നിന്ന് ഒരു മെമ്പറുണ്ടായ എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് കരുതി ഇലക്ഷന് മത്സരിച്ചതും വിജയിച്ചതും ഒക്കെ. പക്ഷേ അതുകൊണ്ടൊന്നൊരു കാര്യമില്ലെന്ന് മനസ്സിലായി. ഞാൻ തോറ്റുപോയി മാഡം. രാജിവെച്ച് പൊയ്ക്കോളാം മാഡം. എന്നോട് ക്ഷമിക്കണം. മെമ്പർ കാര്യം വ്യക്തമായി പറയേ. കഞ്ഞിയും കറിയും വെച്ച് കളിക്കാൻ കുട്ടികൾ മണ്ണിൽ കുഴികുത്തിയാൽ അവിടെ ഉപ്പുവെള്ളം. അതാണ് മാഡം കോളനിക്കാരുടെ പ്രശ്നം. ചുറ്റും കായലാണ്. ഒരു അതൊരിക്കലും നടക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിട്ടുണ്ട് മാഡം.
സരോജ മെമ്പറായ വാർഡിൽ പച്ചവെള്ളം കിട്ടാതെ ആൾക്കാർ ചത്താലും ജലവിതരണത്തിന് ഒപ്പിട്ട് കൊടുക്കില്ലെന്ന മേയർ പറയുന്നത്. ആ അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആ അല്ല, അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ ഇതൊക്കെ ഇവിടെ വിശദീകരിക്കാൻ നിൽക്കുന്നത്? എനിക്കിത് നിങ്ങളുടെ അടുത്ത് വിശദീകരിക്കേണ്ട ഒരു ബാധ്യതയില്ല. അനുപല്ലവി, പറഞ്ഞതെല്ലാം കറക്റ്റാണ് മാം. പൈപ്പ് ലൈൻ കണക്ഷൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വർഷം 2 ഒരു ഓർഡറും ഒരു ഒപ്പവും മാത്രമാണ് പ്രശ്നം. സുസ്മിത മേയറെ, കോളനി വാർഡിൽ നാളെ തന്നെ കുടിവെള്ളം എത്തിയിരിക്കണം. അതിനൊക്കെ ചില തടസ്സങ്ങളുണ്ടല്ലോ കളക്ടർ മാഡം. സുസ്മിത മേയർ കസേരയിൽ വെറുതെ കാലുനീട്ടിയിരിക്കുകയല്ല. നിയമപരമായി ചില തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് കൗൺസിൽ ഓർഡർ പാസ്സാക്കാത്തതും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒപ്പിടാത്തതും. 2 വർഷമായി മാറാത്ത തടസ്സവും. അത് നമുക്കൊന്ന് മാറ്റണമല്ലോ മേയറെ. കളക്ടർ മാഡം കാര്യം അറിയാതെ ഹീറോയിൻ കളിക്കാൻ വരല്ലേ. അണക്കര ഡാമിൽ പട്ടിക്ക് നൊട്ടിനുണയാൻ മാത്രം തികയുന്ന വെള്ളം നഗരസഭയിലെ 100 വാർഡിലോട്ട് വീതം വെക്കുന്നതിന്റെ ബുദ്ധിമുട്ട് മേയറായ എനിക്ക് മാത്രം അറിയൂ. സുസ്മിത ശ്രീകൃഷ്ണനൊന്നും അല്ല, അണക്കര ഡാം അക്ഷയപാത്രവും അല്ല. വെള്ളമില്ല, അതാണ് പ്രശ്നം. അനുപല്ലവി. യെസ് മാം. അനുപല്ലവി താമസിക്കുന്നത് എവിടെയാ? പട്ടും നഗർ. എന്ന് വെച്ചാൽ മിനിസ്റ്റേഴ്സും MLA മാരും ഒക്കെ താമസിക്കുന്ന VIP ഏരിയ അല്ലേ? അതെ മാം. അവിടെ കുടിവെള്ളം മുടങ്ങാറുണ്ടോ? ഇല്ല മാം. അവിടുത്തെ വീടുകളിലൊക്കെ പട്ടിക്കോട് കഴുകുന്നതും ഗാർഡൻ നനയ്ക്കുന്നതും ഒക്കെ നഗരസഭയുടെ കുടിവെള്ളം കൊണ്ടാണ് മാം. കളക്ടർക്ക് മറുപടി പറയേണ്ട ബാധ്യതയൊന്നും മേയർക്കില്ല. അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞാലോ മേയറെ? ഇതേ കുടിവെള്ള പ്രശ്നമാ. ഞാൻ പറഞ്ഞില്ലേ, മേയറേക്കാൾ വലുതൊന്നും അല്ല കളക്ടർ. ഷടാ. ശാലിനി. സുസ്മിതേ, നാളെ സൂര്യോദയത്തോടൊപ്പം കോളനി വാർഡുകളിലെ ടാപ്പുകളിൽ വെള്ളം എത്തിയിരിക്കണം. കളക്ടർ ശാലിനി അല്ല ഈ പറയുന്നത്, ശാലിനി വിഷ്ണു. അറിയാലോ നിനക്കെന്നെ. പാവപ്പെട്ട കുഞ്ഞുങ്ങൾ കുടിവെള്ളമായി ചെളിവെള്ളം അരിച്ചു കുടിക്കുമ്പോൾ നട്ടെല്ല് നിവർത്തി നിന്നിങ്ങനെ മേയറുടെയും കളക്ടറുടെയും അധികാരപരിധി അളക്കാനും വേണം സുസ്മിതേ ഒരു ഉളുപ്പില്ലായ്മ. നീയൊന്നും ഒരിക്കലും നന്നാവില്ല. കളക്ടറുടെയോ മേയറുടെയോ അതിനേക്കാൾ വലിയ മാടമ്പിമാരുടെയോ പേനത്തുമ്പിൽ കുരുങ്ങിക്കിടക്കേണ്ടതല്ല കുരുന്നു കുട്ടികളുടെ തൊണ്ടയിലേക്ക് എത്തേണ്ട ഒരു തുള്ളി ദാഹജലം. ഇതൊക്കെ അറിയണമെങ്കിൽ ആദ്യം മനുഷ്യനാവണം. അപ്പൊ സുസ്മിതേ, പറഞ്ഞതുപോലെ നാളെ സൂര്യോദയത്തിനൊപ്പം കോളനി വാർഡിൽ കുടിവെള്ളം. യെസ് മാം. ACP, മാഡം, ഈ പറഞ്ഞ കാര്യം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഒന്ന് മോണിറ്റർ ചെയ്യണം. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചുമതലയാ. യെസ് മാഡം. എന്താ സരോജ മെമ്പറെ, സന്തോഷായില്ലേ? ആയി മാഡം.
2 വർഷമായി കിട്ടാത്ത കുടിവെള്ളം 2 മിനിറ്റ് കൊണ്ട് എത്തിക്കാൻ മാഡത്തിന് കഴിയുമെങ്കിൽ മറ്റൊരു കാര്യം കൂടി നിവൃത്തിയാക്കി തരണം. മാലിന്യ പ്രശ്നമാണ് മാഡം. ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ട് നാട്ടുകാർ മാലിന്യം മൊത്തം കൊണ്ടു തള്ളുന്നത് ക്ഷേത്രഭൂമിയിലാണ്. ക്ഷേത്രം ഇരിക്കുന്നതും നഗരസഭാ പരിധിയിലാണ്. വൃത്തിയാക്കി കൊടുക്കാം, നാളെ തന്നെ. ക്ഷേത്ര പരിസരത്ത് പാലും വെണ്ണയും ഉറഞ്ഞു കട്ടിയായിരിക്കുന്നു എന്ന് തിരുമേനി പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞേനെ അത് നാളെ കോരിക്കളഞ്ഞാൽ മതിയെന്ന്. പക്ഷേ കുന്നുകൂടി കിടക്കുന്നത് മാലിന്യമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ വൃത്തിയാക്കണം. പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ അത് ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന്.